വിശാലമായ ഒരു ഗോതമ്പ് വയലിൻ്റെ ഒരു മൂലയിൽ ഒരു വാനമ്പാടിയും 3 കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. എല്ലാ ദിവസവും തള്ളപ്പക്ഷി രാവിലെ ആഹാരം തേടിപ്പോകും. കുഞ്ഞുങ്ങൾ കൂട്ടിനുള്ളിലും പരിസരത്തുമായി തത്തിക്കളിക്കും. അമ്മ കൊണ്ടുവരുന്ന ആഹാരം പകൽ തിന്നും. വൈകുന്നേരം അമ്മ വരുന്നത് വരെ കാത്തിരിക്കും. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഗോതമ്പ് വിള കൊയ്യാൻ സമയമായി. തള്ളപ്പക്ഷി അത് മനസ്സിലാക്കി. അവൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇനി ഏറെ നാൾ നമുക്കിവിടെ കഴിയാൻ പറ്റില്ല. ഗോതമ്പ് വിള പാകമായാൽ ഏത് സമയത്തും കർഷകൻ ഗോതമ്പ് കൊയ്യാം. അതിനു മുമ്പ് നമുക്ക് സ്ഥലം വിടണം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ വീക്ഷിക്കണം. എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. എന്നിട്ട് വള്ളിപ്പുള്ളി വിടാതെ എന്നോട് പറയണം. പക്ഷി കുഞ്ഞുങ്ങൾ തലകുലുക്കി സമ്മതിച്ചു. ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അമ്മ പക്ഷിയെ അറിയിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കർഷകനും മകനും വയലിലെത്തി. കർഷകൻ മകനോട് പറഞ്ഞു, ഗോതമ്പ് വിള പാകമായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഉടനെ ചെന്ന് അയൽക്കാരെ വിവരമറിയിക്കണം. നാളെ രാവിലെ തന്നെ കൊയ്യാനായി വയലിലേക്ക് വരണമെന്ന് അവരോട് പറയണം. കർഷകൻ്റെ മകൻ സമ്മതിച്ചു. തള്ളപ്പക്ഷിയെ കുഞ്ഞുങ്ങൾ വിവരമറിയിച്ചു. തള്ളപ്പക്ഷി അപ്പോൾ പറഞ്ഞു, ഓടിപ്പിടിച്ച് പോകേണ്ട കാര്യമില്ല. സമയമാകുമ്പോൾ ഞാൻ പറയാം. നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട. അടുത്ത ദിവസം കർഷകനും മകനും രാവിലെ വന്നു. തെളിഞ്ഞ ഒരു ദിവസമായിരുന്നു. പക്ഷേ അയൽക്കാർ ആരും എത്തിയില്ല. കർഷകൻ ഏറെ നേരം അവർക്കായി കാത്തിരുന്നു. കർഷകൻ മകനോട് പറഞ്ഞു, നന്ദി കെട്ട പരീക്ഷകൾ. നമ്മൾ ദാനമായി കൊടുത്ത ഗോതമ്പ് ഭക്ഷിച്ചാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ നന്ദിയുണ്ടോ എന്ന് നോക്ക്. ഒരാൾ പോലും വന്നില്ല. നീ ഇന്നു തന്നെ അമ്മാവന്മാരെയും ചിറ്റപ്പന്മാരെയും വിവരമറിയിക്കണം. നാളെ അവരോട് ഇവിടെ വരാൻ പറയണം. അവർ നമ്മളെ സഹായിക്കാതിരിക്കില്ല. വാനമ്പാടിയുടെ കുഞ്ഞുങ്ങൾ അന്നത്തെ വിവരങ്ങൾ തള്ളയെ അറിയിച്ചു. അപ്പോഴും തള്ളപ്പക്ഷി പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. പോകാൻ ധൃതി കൂട്ടുകയും വേണ്ട. സമയമായിട്ടില്ല. പിറ്റേ ദിവസം കർഷകനും മകനും കൃത്യസമയത്ത് തന്നെ എത്തി. അന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. പക്ഷേ ബന്ധുക്കൾ ആരും വന്നില്ല. കർഷകൻ മകനോട് ചോദിച്ചു, മകനെ, നീ എല്ലാ ബന്ധുക്കളോടും പറഞ്ഞില്ലേ? ഉവ്വ്, മകൻ പറഞ്ഞു. ബന്ധുക്കളെ പ്രതീക്ഷിച്ച് കർഷകനും മകനും ഉച്ച തിരിയുന്നത് വരെ കാത്തിരുന്നു. പക്ഷേ ആരും വന്നില്ല. കർഷകൻ ദേഷ്യത്തോടെ മകനോട് പറഞ്ഞു, ഇനി ആരെയും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നാളെ തന്നെ ഈ പാടം കൊയ്യണം. നീ വീട്ടിൽ പോയി അരിവാളുകൾ മൂർച്ച കൂട്ടിക്കോളൂ. അന്ന് പതിവ് പോലെ തള്ളപ്പക്ഷി വൈകുന്നേരം എത്തിയപ്പോൾ കുഞ്ഞുങ്ങൾ വിവരങ്ങൾ അമ്മയെ അറിയിച്ചു. അമ്മ കുഞ്ഞുങ്ങളെ വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, പോകാൻ സമയമായി. ഉടൻ തന്നെ തയ്യാറാവുക. നാളെ രാവിലെ കർഷകനും മകനും അരിവാളുമായി എത്തും. ഇന്നു തന്നെ നമുക്കിവിടെ വിടണം. ഇത്രയും നാൾ കർഷകൻ മറ്റുള്ളവരെ ആശ്രയിക്കുകയായിരുന്നു. അതുകൊണ്ട് കാര്യം നടന്നില്ല. എന്നാൽ ഇപ്പോഴാകട്ടെ കർഷകനും മകനും കൂടി വരികയാണ്. അപ്പോൾ തീർച്ചയായും വിളവെടുപ്പ് നടക്കും. വാനമ്പാടിയും കുഞ്ഞുങ്ങളും അന്ന് തന്നെ കൂടുമാറി.